ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ഈ ഡാഷ്. പ്യുവർ ഡാഷാണ്. നമ്മുടെ അടുത്തിവിടെ എവിടെയും ഇതുപോലത്തെ ഒരു ഡാഷ് വളർത്തലില്ല. അപ്പോൾ ഇതിപ്പോൾ തെരുവിൽ നിന്ന് തന്നെ വന്നതായിരിക്കും. കനത്ത മഴയായതുകൊണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും വെള്ളത്തിൽ വന്നിട്ടുണ്ടാകുന്നൊന്നും അറിയില്ല. കറക്റ്റ് പറയുകയാണെങ്കിൽ ഫീമെയിലാണ്. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളത് ഇപ്പോൾ വന്നിട്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ കോഴീനെയൊന്നും ഉപദ്രവിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം നിർത്തിയിട്ടുണ്ട്. അതിപ്പോൾ പോകാനുള്ള ഉദ്ദേശമാണ്. കാരണം നല്ല വിറയിലുണ്ട് അതിന്. ശരീരമൊക്കെ ആകെ വിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അടുത്തൊക്കെ നിൽക്കേണ്ടത്. പിന്നെ നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മുളക്കോലുകൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതാകുമ്പോൾ പശു കറക്റ്റായിട്ട് ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ചാണകം കറക്റ്റായിട്ട് ഈ ഒരു സൈഡിലേക്ക്, അതായത് ബാക്ക് സൈഡിലേക്ക് തന്നെ കറക്റ്റായിട്ട് ചാണകം വരാനും, അതുപോലെ പശു തിരിഞ്ഞും മറിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയുണ്ടാവില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഈ തൊഴുത്തിൽ 4 പശുവിനെ കെട്ടാനുള്ള സ്ഥലത്ത് 3 പശുവിനെ നമ്മൾ കെട്ടിയിട്ടുള്ളൂ. കെട്ടിയതിലും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലോ, ഇതുപോലെ കെട്ടി തൂക്കി നിർത്തണം. അപ്പോഴായിരിക്കും ഇത് കറക്റ്റ്. ഇതിപ്പോൾ താഴ്ത്തി ഇത് പറഞ്ഞാൽ കയറ് പൊട്ടിയതാണ്, വേറൊന്നുമല്ല. ചെറിയ കയറിലേ കെട്ടാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണല്ലേ, പശു അഥവാ ഇപ്പോൾ ഒന്ന് ഇങ്ങനെ വരികയാണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ നീങ്ങിപ്പോകാൻ ഇത് പറ്റും. ഇതപ്പോൾ പശുവിനെ കാണില്ലേ നിങ്ങൾ, ഇതാ പശു ഒന്നും കൂടി ബാക്കിലേക്ക് വന്നാൽ, ഇതിപ്പോൾ എന്നെ കണ്ട് പേടിച്ചിട്ടാണ്, ഒന്നും കൂടി ബാക്കിലേക്ക് വന്നാൽ ഈ സംഭവം ഇങ്ങോട്ട് നീങ്ങും. പിന്നെ ഇത് റിട്ടേൺ അടിക്കുമ്പോൾ പശു അങ്ങോട്ട് തന്നെ നീങ്ങുമായിരിക്കും. അങ്ങനല്ലേ, നമ്മൾ ഒന്നും കാട്ടൊന്നും വേണ്ട. പശു കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക് സിസ്റ്റം പോലെയാണിത്. അതായത് ഇങ്ങനെ ആടി കളിച്ചിട്ടിരിക്കും. അതുപോലെ ഈ പശു ഇതാ അപ്പുറത്തേക്ക് പോവില്ല. ഇതൊക്കെ കറക്റ്റായി നിൽക്കുന്ന പശുക്കളാണ്. പിന്നെ ഈ ചാണകം എന്തെന്ന് വെച്ചാൽ കൊതുക് കൂടിയത് കൊണ്ടാണ് ഈ വാലിട്ട് വെറുതെ അടിച്ചിട്ടിരിക്കുക. ആണല്ലേ, കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മൂത്രം ഒഴിക്കുകയും അതുപോലെ തന്നെ ചാണകം ചെയ്യും. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മൂരിക്കുട്ടൻ. നമ്മുടെ വെള്ളപ്പശുവിൻ്റെ കുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നടന്നില്ല. പിന്നെ നമ്മളുടെ സാഹചര്യം അതുപോലെ മോശമാണ്. ഈ ഒരു ഭാഗത്ത് ഇനി നമ്മൾ തൊഴുത്ത് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ പോത്തിനെയൊക്കെ തൽക്കാലം നമ്മൾ ഇവിടെ തന്നെ കെട്ടിയിരിക്കുകയാണ്. ആണല്ലേ, പോത്ത് അത്യാവശ്യം ഉഷാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഈ സെൻറ്ററിൽ നിൽക്കുന്ന പഴയൊരു പശുവിൻ്റെ കുട്ടിയാണ്. ഇത് മോരിക്കുട്ടി. നമ്മളൊക്കെ സൈഡ് തൽക്കാലം ഒന്ന് മറച്ച് വെച്ചിരിക്കണമല്ലേ, ഓരോ മാച്ച് വിട്ട് കൊടുത്തിട്ട്. അത്യാവശ്യം ഒരു മിനിമം സെറ്റപ്പിൽ തന്നെയാണ് ഞാനിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇനിയിപ്പോൾ വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ദയനീയ അവസ്ഥയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ടല്ലേ വെള്ളം പിന്നിലൊക്കെ കെട്ടി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ സ്വിച്ച്. മെയിൻ സ്വിച്ചിൻ്റെ ഓട് കണ്ടില്ലേ, പൊട്ടിയിട്ട് ഇതിലേക്കാണ് ഇപ്പോൾ വെള്ളം വരുന്നത്. എപ്പോൾ വേണമെങ്കിലും താഴത്തേക്ക് അറുത്തടിക്കാം. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എവിടേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ആണല്ലേ, ഇതിൻ്റെ മുകളിൽ കറക്റ്റായി പൊട്ടി നിൽക്കുകയാണ്. ടാർപ്പായി ഇട്ടിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ടാർപ്പായി മേടിച്ചിട്ടുണ്ട്. ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. നല്ല നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഓടൊക്കെ ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ അത് അവിടെ ഒരു ഓട് പൊന്തി നിൽക്കുന്നുണ്ട്. അതായത് അതൊരു ചരിവാണ്, ഉള്ളിലേക്ക് കുഴിയായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ്. പിന്നെ അതാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്തതിൻ്റെ കാരണം നമ്മൾ ഇട്ടിട്ടും ഇപ്പോൾ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ആൾക്കാരെ വിളിച്ച് ചോദിക്കാനല്ലാതെ നേരിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പരമാവധി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നുള്ള മുറ്റം ചാണകം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് ചാണകത്തിൻ്റെ കാര്യമായതുകൊണ്ട് അതങ്ങനെ. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോസ് ഇട്ടതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ പശുക്കൾക്ക് ഇതുവരെയായിട്ട് ഞാൻ വയ്ക്കൽ കൊടുത്തിട്ടില്ല. പച്ചപ്പുല്ല് മാത്രമാണ്. കാരണം നമ്മൾ പുഴയിൽ രാവിലെ വിട്ടാൽ ഉച്ചയ്ക്ക് പോയി ആട്ടിയിട്ട് വരും. അതുപോലെ തന്നെ വൈകുന്നേരം പുഴയിൽ പിന്നെയും വിട്ടാൽ രാത്രി പശുക്കൾ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് വയ്ക്കലിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മേടിച്ച് കൊടുത്തത്. ഇപ്പോൾ 3 കുട്ടികൾ പാൽ കുടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഈ മുട്ടപ്പശുവിൻ്റെ കുട്ടിയാണിത്. ഇതിനും അതാ ആ കുട്ടിക്കും ഇനി അവിടെ കാണിച്ച ഒരു ചോല കുട്ടിക്കാണ് വയ്ക്കൽ കൊടുത്തത്. പിന്നെ നമ്മുടെ ആടുകൾക്ക് ഇന്നലെ ഞാൻ വയ്ക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആടുകളിനെ തുറക്കാനുള്ള സാധ്യത കുറവായിരുന്നു. അതുകൊണ്ടല്ല, ആടുകൾക്ക് വയ്ക്കലായിരുന്നു തീറ്റ. കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും സ്വാഭാവികമായിട്ട് വയ്ക്കൽ കൊടുത്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ആടുകൾ കഴിച്ചെന്നിരിക്കാം. അതുപോലെ തന്നെ ഈ തൊഴുത്തിൽ ഈ മുള കെട്ടിയതിൻ്റെ ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ദയവേത് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ മുള കെട്ടി കൊടുക്കുക പശുക്കൾക്ക്. ഇതാണല്ലേ, വീടിൻ്റെ നമ്മുടെ ഈ സൈഡ് ഇടിഞ്ഞ് തുടങ്ങി. എങ്ങനെ പോയാലും ഈ മഴയത്ത് ഇടിയെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ.
ഇതാണല്ലേ, ഈ ഒരു സൈഡ് ഇടിഞ്ഞ് കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ, അടുക്കളേൻ്റെ ഉള്ളിൽ പൊട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പുറത്തുനിന്ന് കാണിച്ചാൽ അറിയാം. അതാണല്ലേ ഉണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഓട്ടിൻ്റെ ഗ്യാപ്പ് പൊന്തി നിൽക്കണതാണല്ലേ, അത് കോല് പൊന്തിയതാണ്. ഇതെവിടെ ഒരു കുഴി കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ചാക്കിട്ട സ്ഥലത്ത് ഒരു കുഴിയാണ്, അതതുപോലെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാഹചര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ പറ്റാത്തതും പിന്നെ ഇട്ടിട്ട് കാര്യമില്ല പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇതാ അടിഭാഗമൊക്കെ പൊളിഞ്ഞു തുടങ്ങി. മഴവെള്ളം പോകാനും കൂടി നമുക്ക് കഷ്ടത്തിലാണ്. അപ്പോൾ അതാണ്. പിന്നെ അതുപോലെ തന്നെ താമസിക്കാൻ വെച്ചിനത്രയ്ക്ക് നമ്മളിപ്പോൾ ഇതിൽ താമസിക്കുകയാണ്. വേറെ നിവൃത്തിയില്ല നമുക്ക്. ഇപ്പോൾ ഇത് നമുക്ക് ഇരിക്കാനുള്ള വീടാണ്. പക്ഷേ ഇപ്രാവശ്യം ഇത് പശുക്കൾക്ക് വേണ്ടിയിട്ട്, പശുക്കളാണ് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് നിൽക്കുന്നത്. കാരണം നമ്മളുടെ വരുമാന മാർഗം പശുവാണിപ്പോൾ. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്കിപ്പോൾ പശുവിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് വെയിലായാലാണ് നമുക്ക് വീട് പണിയൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഇതെന്തായാലും പൊളിഞ്ഞു വീഴും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊരു പണിയിൽ വേനൽക്കാലത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് താമസം മാറും. പശുക്കളിനെ തൽക്കാലം ഒരു സൈഡിൽ പിടിച്ച് കെട്ടുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പിൽ. അതാണ് പുല്ലുവട്ടിയൊന്നും കെട്ടിയിട്ടില്ല കണ്ടില്ലേ. കാരണം നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇതിൽ ഒന്ന് പശുക്കളിനെ കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ കെട്ടി വയ്ക്കുകയാണെങ്കിൽ തൊഴുത്തിൽ അതിനനുസരിച്ച് പശുക്കളുടെ നീറ്റുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ മഴച്ചാറ്റിൽ കൊണ്ടാണ്. ഇതിപ്പോൾ മുന്നിലൊക്കെ കണ്ടില്ലേ ടാർപ്പായി ഇറക്കമുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ ഈ മുള ഇതുപോലെ കെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാണ്. അതായത് ഈ മോഡലിൽ കെട്ടണം, അപ്പോഴേ ഇത് ആടി പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് കെട്ടുകയാണെങ്കിൽ അത് ടൈറ്റ് ആകുമ്പോൾ പൊട്ടിയും കൊണ്ട് വരും. അതുപോലെ ലൂസ് കയറിൽ കെട്ടുക. നല്ല ബലമുള്ള വലിയ കയറിൽ കെട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കയറ് പൊട്ടാതെ കിട്ടും. ഇത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കയറ് പൊട്ടിപ്പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ദയവേത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.